Hi students, today we are going to study the subject signals and systems. So in the last class we discussed about the concept of system and the various properties of a system. Okay, so in this session we are going to know about convolution and impulse response. What is meant by convolution and what is impulse response? Okay, so before moving into that, convolution and impulse response നെ പറ്റി കൂടുതൽ പറയുന്നതിന് മുന്നേ നമ്മൾ ഇനി അറിഞ്ഞിരിക്കേണ്ട ഒരു സ്പെഷ്യൽ കാറ്റഗറി ഓഫ് സിസ്റ്റം ഉണ്ട്. ഓക്കെ, സോ ദാറ്റ് ഈസ് LTI സിസ്റ്റം. ഓക്കെ, സോ LTI മീൻസ് ലീനിയർ time invariant system. Okay, linear time invariant system. Okay, so we already studied the properties. We already studied the different properties of system. Okay, so അതിനകത്ത് നമ്മൾ പറഞ്ഞ രണ്ട് പ്രോപ്പർട്ടി ആയിരുന്നു. ഒന്ന് linearity property. A system which satisfies the superposition principle is known as a linear system. Okay, എന്ന് നമ്മൾ പറഞ്ഞു. പിന്നെ time invariant system. Okay, so whatever time change happens in the input, if it is reflects in the output, that system is known as a time invariant system. Okay, so ഇനി നമ്മൾ പറയാൻ പോകുന്നത്, നമ്മൾ ഇനി കൂടുതൽ അനാലിസിസിന് വേണ്ടിയിട്ട് കൺവല്യൂഷൻ ഇമ്പൾസ് റെസ്പോൺസിൻ്റെ ഒക്കെ കേസിൽ നമ്മൾ അനലൈസ് ചെയ്യുന്ന ഒരു സ്പെഷ്യൽ കാറ്റഗറി ഓഫ് സിസ്റ്റം എന്ന് പറഞ്ഞാലാണ് LTI സിസ്റ്റം. ഇതിൻ്റെ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇറ്റ് സാറ്റിസ്ഫൈസ് ബോത്ത് ലീനിയാരിറ്റി ആൻഡ് time invariance property. Okay, so a system which satisfies both linearity and time invariance property is known as a LTI system, that is linear time invariant system. Okay, so അത് നിങ്ങളുടെ മൈൻഡിലിരിക്കും. ഇനി നമ്മൾ പറയുന്നതെല്ലാം LTI സിസ്റ്റത്തിനെ പറ്റിയായിരിക്കും. ഓക്കെ, സോ നമുക്ക് നോക്കാം. ഇമ്പൾസ് റെസ്പോൺസ് എന്ന് പറഞ്ഞാൽ എന്താണ്? സോ ഇമ്പൾസ് റെസ്പോൺസ് ഈസ് റെപ്രസെൻറ്റഡ് ബൈ ദ notation h of t. Okay, so അത് കണ്ടിന്യൂസ് ടൈം ഇമ്പൾസ് റെസ്പോൺസ് ആണെന്നുണ്ടെങ്കിൽ h of t വെച്ചിട്ടും ഡിസ്ക്രീറ്റ് ടൈം ഇമ്പൾസ് റെസ്പോൺസ് ആണെങ്കിൽ h of n വെച്ചിട്ടും റെപ്രസെൻറ്റ് ചെയ്യും. ഓക്കെ, സോ ഇമ്പൾസ് റെസ്പോൺസ്, സോ റെസ്പോൺസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താ? ഒരു സിസ്റ്റത്തിൻ്റെ റെസ്പോൺസ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഇറ്റ് ഈസ് ദ ഔട്ട്പുട്ട് ഓഫ് ദാറ്റ് പർട്ടിക്കുലർ സിസ്റ്റം. ഓക്കെ, സോ impulse response means when we are giving an impulse as an input, what will be the output? അതിനെയാണ് നമ്മൾ h of t അല്ലെങ്കിൽ impulse response എന്ന് പറയുന്നത്. അപ്പോൾ നമുക്കറിയാം, അപ്പോൾ നമ്മൾ സിസ്റ്റത്തിനെ പറ്റിയാണ് ഡിസ്കസ് ചെയ്യുന്നത്. സിസ്റ്റം ആണല്ലോ നമുക്കൊരു റെസ്പോൺസ് തരുന്നത്. സോ ഹിയർ വി ആർ ടോക്കിംഗ് അബൌട്ട് LTI system. Okay, so impulse response of an LTI system means when we are giving a unit impulse to the input of LTI system, the corresponding output, what will be the corresponding output? അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? h of t എന്ന് പറയുന്നത്. ഓക്കെ, അതായത് സിംപ്ലി ഒരു മൾട്ടിപ്ലിക്കേഷൻ ഓപ്പറേഷൻ ചെയ്യാം. ഓക്കെ, ഒരു സിസ്റ്റം, ആ സിസ്റ്റം ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ ഇൻപുട്ടിൽ എന്ത് ഫംഗ്ഷൻ വരുന്നോ അതിനെ നമ്മൾ നമ്പറാണ് ഇൻപുട്ട് കൊടുക്കുന്നത് വിചാരിക്കാം. ഓക്കെ, സോ ആ ഒരു സിസ്റ്റത്തിൻ്റെ ഫംഗ്ഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ കിട്ടുന്ന ഏത് നമ്പറിനെയും 3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക എന്നുള്ളതാണ് നമുക്ക് ആ ഒരു സിസ്റ്റത്തിൻ്റെ ഫംഗ്ഷൻ എന്ന് വിചാരിക്കുക. ഇനി ഈ സിസ്റ്റത്തിനെ പറ്റി ഒട്ടും അറിയാത്ത ഒരാൾ വരികയാണെന്ന് വിചാരിച്ചു. ഇത് എന്ത് സിസ്റ്റമാണെന്ന് അറിയണമെന്നുണ്ടെങ്കിൽ പുള്ളി എന്തായിരിക്കും അതിന് കൊടുക്കേണ്ട ഇൻപുട്ട്? ഇതിനെന്നല്ല, ഒരു മൾട്ടിപ്ലൈ സിസ്റ്റമാണ്. പക്ഷെ മൾട്ടിപ്ലൈ ബൈ എത്രയാണ് നമുക്കറിയില്ല. ഓക്കെ, സോ അത് നമുക്ക് കണ്ടുപിടിക്കണമെന്നുണ്ടെങ്കിൽ ജനറലി നമ്മൾ തിങ്ക് ചെയ്യുകയാണെങ്കിൽ എന്ത് വരും? സോ നമ്മൾ ആ സിസ്റ്റത്തിൻ്റെ ഇൻപുട്ട് 1 കൊടുത്തു കഴിഞ്ഞാൽ അപ്പോൾ അതെന്തായിരിക്കും ഔട്ട്പുട്ട് പ്രൊഡ്യൂസ് ചെയ്യുന്നത്? ഓക്കെ, എന്തായിരിക്കും? നമ്മൾ ആ 1 മൾട്ടിപ്ലൈ സിസ്റ്റം ആയതുകൊണ്ട് നമ്മൾ ഇൻപുട്ടിൽ 1 കൊടുത്താൽ ആ സിസ്റ്റം ഇപ്പോൾ 3 ആണെന്ന് വിചാരിക്കുക, മൾട്ടിപ്ലൈ ബൈ 3 സിസ്റ്റം ആണെന്ന് വിചാരിക്കുക. ഓക്കെ, അപ്പോൾ നമ്മൾ 1 ഇൻപുട്ട് കൊടുക്കുമ്പോൾ 1 × 3 ചെയ്ത് ഔട്ട്പുട്ടിൽ എന്ത് തരുന്നു? നമുക്ക് 3 തരുന്നു. അപ്പോൾ നമുക്ക് എന്ത് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റും? ആ ഒരു സിസ്റ്റത്തിൻ്റെ റെസ്പോൺസ് എങ്ങനെയാണ്, അല്ലെങ്കിൽ ആ സിസ്റ്റത്തിൻ്റെ അതെങ്ങനെയാണ് ഇൻപുട്ടിനെ പ്രോസസ്സ് ചെയ്യുന്നതെന്ന് നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റും. ഓക്കെ, സോ അങ്ങനെ നമുക്ക് ജനറലി കിട്ടുന്നൊരു സിസ്റ്റത്തിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ് എന്താണ്, അതെന്ത് ആക്ച്വലി എന്താണ് അത് പെർഫോം ചെയ്യുന്നതെന്ന് ഐഡൻറ്റിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ എടുക്കുന്നൊരു റെസ്പോൺസാണ് ഇമ്പൾസ് റെസ്പോൺസ്. സോ നമ്മൾ ആദ്യമേ ഞാൻ കഴിഞ്ഞ ലെക്ചറിൽ പറഞ്ഞിരുന്നു, ഡെൽറ്റ ഓഫ് ടി എന്ന് പറയുന്നത് നമ്മൾ യൂണിറ്റി എന്ന് പറയാം, അല്ലെങ്കിൽ 1 എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റാണ് സിഗ്നൽസിൽ ഡെൽറ്റ ഓഫ് ടി ഇമ്പൾസ് സിഗ്നൽ വരുന്നത്.
അപ്പോൾ നമുക്ക് തന്നേക്കുന്ന ഒരു സിസ്റ്റം, ഓക്കെ, തന്നേക്കുന്ന ഒരു LTI സിസ്റ്റം തന്നെ വിചാരിക്കുക. ആ LTI സിസ്റ്റത്തിൻ്റെ ഫങ്ഷൻ അല്ലെങ്കിൽ അതെങ്ങനെയാണ് പ്രോസസ്സ് ചെയ്യുന്നത്, അതിൻ്റെ പ്രോസസ്സ് എന്താണ് എന്നറിയാൻ വേണ്ടിയിട്ട് നമ്മൾ ചെയ്യുന്നൊരു പ്രോസസ്സാണ് അല്ലെങ്കിൽ ഒരു കാര്യമാണ്. അതിൻ്റെ ഇൻപുട്ടിലേക്ക് ഒരു Δt ഒരു ഇമ്പൾസ് സിഗ്നൽ കൊടുക്കും. അപ്പോൾ അതെന്ത് ചെയ്യും, നമുക്കൊരു കറസ്പോണ്ടിങ് ഔട്ട്പുട്ട് തരും. ഓക്കെ, സോ അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ഇമ്പൾസ് റെസ്പോൺസ്. ഈ ഇമ്പൾസ് റെസ്പോൺസ് എന്തിനാണ്, നമുക്ക് എന്താണ് ആ സിസ്റ്റത്തിൻ്റെ പ്രോപ്പർ ഫങ്ഷനിങ് എങ്ങനെയാണെന്ന് അറിയാൻ വേണ്ടിയിട്ട് നമ്മൾ എടുക്കുന്ന ഒരു റെസ്പോൺസാണ് സിസ്റ്റത്തിൻ്റെ ഇമ്പൾസ് റെസ്പോൺസ്. സോ ഈ നൊട്ടേഷൻ ഓർത്തിരിക്കുക, H(t) ഇൻ കണ്ടിന്യൂസ് ടൈം സിസ്റ്റം ആൻഡ് H(n) ഫോർ discrete time system. Okay, so this is all about impulse response. Okay, so ഇനി നമ്മൾ പറയുന്നത് കൺവല്യൂഷനെ പറ്റിയാണ്. സോ കൺവല്യൂഷൻ നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും. സോ കൺവല്യൂഷൻ ഈസ് എ മാത്തമാറ്റിക്കൽ ഓപ്പറേഷൻ യൂസ്ഡ് ടു എക്സ്പ്രസ് ദ റിലേഷൻ ബിറ്റ്വീൻ ഇൻപുട്ട് ആൻഡ് ഔട്ട്പുട്ട് ഓഫ് ആൻ LTI സിസ്റ്റം. ഒരു സിസ്റ്റത്തിൻ്റെ ഇൻപുട്ട് ഔട്ട്പുട്ട് റിലേഷൻ എന്താണ് എന്ന് ഐഡൻറ്റിഫൈ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമുക്ക് എന്ത് ചെയ്യുന്നത്, നമ്മൾ കൺവല്യൂഷൻ ചെയ്യുന്നു. ഓക്കെ, സോ നമ്മൾ H(t) ഇമ്പൾസ് റെസ്പോൺസിൻ്റെ കാര്യം ഓൾറെഡി പറഞ്ഞു. ഓക്കെ, സോ നമ്മൾ ആ ഒരു സിസ്റ്റത്തിൻ്റെ റെസ്പോൺസ് എങ്ങനെയായിരിക്കും എന്നുള്ളതാണ് നമ്മൾ ഇമ്പൾസ് റെസ്പോൺസ് എന്ന് പറഞ്ഞത്. ഇനി നമുക്ക് ഇമ്പൾസ് റെസ്പോൺസ് ആ സിസ്റ്റത്തിൻ്റെ പ്രോസസ്സിനെയാണ്, ആ സിസ്റ്റം എന്ത് പ്രോസസ്സാണോ ചെയ്യുന്നത് അതിനെയാണ് നമുക്ക് കാണിക്കുന്നത്. ഇനി അത് നമ്മൾ സിസ്റ്റത്തിനെ ടെസ്റ്റ് ചെയ്യാൻ കൊടുക്കുന്നതായിരുന്നു Δt, എന്നിട്ട് കിട്ടുന്ന ഔട്ട്പുട്ടാണ് H(t). ഇനി നമ്മൾ ശരിക്കും ടെസ്റ്റ് മാത്രമല്ലല്ലോ, അല്ലാണ്ടുള്ള പ്രോസസ്സിങ്ങും വേണമല്ലോ. അപ്പോൾ അല്ലാണ്ട് നമ്മൾ കൊടുക്കുന്ന സിഗ്നൽസ് ആണ് X(t) സിഗ്നൽസ്. സോ X(t) നമ്മൾ LTI സിസ്റ്റത്തിന് ഇൻപുട്ട് കൊടുക്കുമ്പോൾ അത് എന്ത് ഔട്ട്പുട്ട് പ്രൊഡ്യൂസ് ചെയ്യണം, Y(t) എന്ന് പറയും. Y(t) എന്ന് പറഞ്ഞാൽ ഔട്ട്പുട്ട് പ്രൊഡ്യൂസ് ചെയ്യും. ഓക്കെ, സോ വെൻ വി ആർ ഗിവിങ് ആൻ ഇൻപുട്ട് X(t) ടു ദ LTI സിസ്റ്റം, ഇറ്റ് വിൽ പ്രൊഡ്യൂസ് ആൻ ഔട്ട്പുട്ട് Y(t). ഓക്കെ, സോ ഇനി ആ Y(t)യുടെ ഇക്വേഷൻ എന്താണെന്നാണ് നമ്മൾ പറയുന്നത്. സോ ആ Y(t) എന്ന് പറയുന്നത് എന്താണ്, X(t) കൺവല്യൂഷൻ H(t) ആയിരിക്കും. ഓക്കെ, സോ H(t) എന്ന് പറയുന്നത് നമ്മുടെ സിസ്റ്റത്തിൻ്റെ ഒരു റെഫറൻസ് സിഗ്നൽ പോലുള്ളൊരു സാധനമാണ്. ഇൻപുട്ട് സിഗ്നലും നമ്മുടെ ആ സിസ്റ്റത്തിൻ്റെ പ്രോസസ്സ് അതിനെ അല്ലെങ്കിൽ ആ സിസ്റ്റത്തിൻ്റെ റെഫറൻസ് ആണ് H(t). അത് രണ്ടും കൂടി കൺവോൾവ് ചെയ്യുമ്പോഴാണ്, അതായത് അത് തമ്മിൽ പ്രോസസ്സ് ചെയ്യുമ്പോഴാണ് നമുക്ക് എന്ത് കിട്ടുന്നത്, Y(t). ഓക്കെ, ഒത്തിരി ഒന്നും തിങ്ക് ചെയ്യേണ്ട. സോ ഫോർ ആൻ LTI സിസ്റ്റം ദ Y(t) ഈസ് ഈക്വൽ ടു X(t) കൺവല്യൂഷൻ H(t) എന്ന് ഓർത്തിരിക്കുക. വേർ H(t) ഈസ് ദ ഇമ്പൾസ് റെസ്പോൺസ് ഓഫ് ദ ഗിവൺ LTI സിസ്റ്റം. അത് യൂഷ്വലി നിങ്ങളുടെ ക്വസ്റ്റിനകത്ത് തരും. ഇതിൽ ഏതെങ്കിലും രണ്ട് സെറ്റ് ക്വാണ്ടിറ്റി, ഏതെങ്കിലും നമുക്ക് ക്വാണ്ടിറ്റീസ് നിങ്ങൾക്ക് തന്നിരിക്കും, എന്നിട്ട് അതർ ക്വാണ്ടിറ്റി. അപ്പോൾ മൂന്നിനകത്ത് Y(t), X(t), H(t) എന്ന് പറഞ്ഞിട്ടുണ്ട്. ഇതിലേതെങ്കിലും രണ്ടെണ്ണം തന്നിട്ട് ഒരു ക്വാണ്ടിറ്റി ഏതാണെന്ന് കണ്ടുപിടിക്കുക എന്നുള്ള രീതിയിലായിരിക്കും പ്രോസസ്സ് പോകുന്നത്. സോ നമുക്ക് ഇതിൻ്റെ പ്രോബ്ലംസ് ഡിസ്കസ് ചെയ്യുമ്പോൾ കൂടുതൽ മനസ്സിലാവും. ഓക്കെ, സോ ഇനി നമുക്ക് കൺവല്യൂഷൻ്റെ എക്സ്പാൻഷൻ ഉണ്ടാകും. ഓക്കെ, സോ ഇപ്പോൾ നമ്മൾ കണ്ടിന്യൂസ് ടൈം കൺവല്യൂഷൻ ആണെന്ന് വിചാരിക്കുക. സോ കണ്ടിന്യൂസ് ടൈം കൺവല്യൂഷൻ്റെ ഇക്വേഷൻ ആണ് Y(t) ഈസ് ഈക്വൽ ടു X(t) കൺവല്യൂഷൻ H(t) എന്ന് പറയുന്നത് നമുക്ക് എങ്ങനെ റീറൈറ്റ് ചെയ്യാം. സോ ഇറ്റ് ഈസ് കണ്ടിന്യൂസ് ടൈം സിഗ്നൽ ആയതുകൊണ്ട് അതിനകത്ത് എപ്പോഴും നമ്മൾ യൂസ് ചെയ്യുന്ന മാത്തമാറ്റിക്കൽ ഓപ്പറേഷൻ ഇൻ്റഗ്രേഷൻ ആയിരിക്കും. ഓക്കെ, സോ ഇൻ്റഗ്രൽ -∞ ടു ഇൻഫിനിറ്റി. സോ നമ്മുടെ ഇൻ്റഗ്രേഷൻ വേരിയബിൾ എടുക്കാം. ഓക്കെ, ഇൻ്റഗ്രൽ എന്ത് വേരിയബിൾ വിത്ത് റെസ്പെക്ട് ടു. ഓക്കെ, സോ ഹിയർ വി ആർ ടേക്കിംഗ് ടോ. ഓക്കെ, സോ X(τ) H(t) - τ. അല്ലെങ്കിൽ തിരിച്ചു എഴുതാം, ഇൻ്റഗ്രൽ -∞ ടു ഇൻഫിനിറ്റി X(t) - τ H(τ). ഓക്കെ, സോ യൂഷ്വലി നമ്മൾ എടുക്കുന്നത് ഇൻ്റഗ്രൽ -∞ ടു ഇൻഫിനിറ്റി X(τ) H(t) - τ എന്നൊരു രീതിയിലായിരിക്കും ഇക്വേഷൻ എടുത്ത് പോകുന്നത്. സോ ദിസ് ഈസ് ഓൾ അബൌട്ട് കണ്ടിന്യൂസ് കൺവല്യൂഷൻ. ഇനി ഡിസ്ക്രീറ്റ് കൺവല്യൂഷൻ്റെ കേസിൽ എങ്ങനെയാണ്, Y(n) ഈസ് ഈക്വൽ ടു X(n) കൺവല്യൂഷൻ H(n). ഇനി ഡിസ്ക്രീറ്റ് സിഗ്നലിൻ്റെ കേസിൽ നമ്മൾ ഇൻ്റഗ്രേഷൻ അല്ല, ഇൻസ്റ്റെഡ് ഓഫ് ഇൻ്റഗ്രേഷൻ വി ആർ യൂസിങ് സമ്മേഷൻ. സോ സമ്മേഷൻ k ഈസ് ഈക്വൽ ടു 0 to infinity. So sometimes it will be -∞ to infinity ആവാം. ഓക്കെ, സോ X(k) H(n - k). സോ നമ്മുടെ ഇവിടെ സമ്മേഷൻ വേരിയബിൾ. ഓക്കെ, സോ ഇതാണ് ദിസ് ഓൾ അബൌട്ട് ഇമ്പൾസ് റെസ്പോൺസ് ആൻഡ് കൺവല്യൂഷൻ. ഓക്കെ, സോ കൺവല്യൂഷൻ ഇമ്പൾസ് റെസ്പോൺസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സിസ്റ്റത്തിനെ ടെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്, ആ സിസ്റ്റം ആക്ച്വലി എന്താണെന്ന് പറയുന്നത്, ആ സിസ്റ്റം എങ്ങനെയാണ് ഫങ്ഷൻ ചെയ്യുന്നത്, അല്ലെങ്കിൽ ആ സിസ്റ്റത്തിൻ്റെ വർക്ക് എന്താണെന്ന് പറയുന്ന ഒരു റെസ്പോൺസാണ് ഇമ്പൾസ് റെസ്പോൺസ്. യൂണിറ്റ് ഇമ്പൾസ് ഇൻപുട്ട് കൊടുക്കുമ്പോൾ കിട്ടുന്ന റെസ്പോൺസ്.
ഓക്കെ, സോ ഇനി ആ ഇമ്പൾസ് റെസ്പോൺസ് വെച്ചിട്ടാണ് നമ്മൾ കൺവല്യൂഷൻ പ്രോസസ്സ് ചെയ്യുന്നത്. അതായത് y ഓഫ് ടി ഈസ് ഈക്വൽ ടു എക്സ് ഓഫ് ടി കൺവല്യൂഷൻ എച്ച് ഓഫ് ടി. അതുപോലെ തന്നെ ഡിസ്ക്രീറ്റിൻ്റെ കേസിലും. ഓക്കെ, സോ നിങ്ങൾക്കൊരു ഹോംവർക്കാണ്. സോ ഈ കൺവല്യൂഷന് ചില പ്രോപ്പർട്ടീസ് ഉണ്ട്. സോ യു ഹാവ് ടു ഫൈൻഡ് ഔട്ട് വാട്ട് ആർ ദ പ്രോപ്പർട്ടീസ് ഓഫ് കൺവല്യൂഷൻ. താങ്ക് യു.